നമ്മുടെ നാട്ടിൽ മഴക്കാലം വേനൽക്കാലം എന്ന വ്യത്യാസമില്ലാതെയാണ് കഴിഞ്ഞ കാലത്ത് മഴയുണ്ടായത്. അപ്പോൾ വേനൽ മഴ ശക്തമായി, തുറന്നു വന്ന കാലവർഷം ശക്തമായി, തുലാവർഷവും നല്ല രീതിയിലുണ്ടായി. ഇതൊക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ മുൻപോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ടൗൺഷിപ്പ്. അതിൻ്റെ ഭാഗമായ ഓരോ തൊഴിലാളിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രമേശൻ്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സിയാലിൻ്റെ MD സുഹാസിനെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം ക്രിയാത്മകമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അനിതരസാധാരണമായ വൈഭവമാണ് നമ്മുടെ ഇവിടുത്തെ കലക്ടർ ഈ കാര്യങ്ങളിലെല്ലാം കാണിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ അവരിതിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ പഴയ ചീഫ് സെക്രട്ടറി വേണു ആയാലും ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ആയാലും ഇവരെല്ലാം നല്ല നിലക്ക് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെ കീഴിലുള്ള സംഘം, ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ജയതിലകനെയും ആ ടീമിന് നേതൃത്വം കൊടുത്ത ജയതിലകനെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇവിടെ ടൗൺഷിപ്പ് കൊണ്ട് വിഭാവനം ചെയ്തത് നമ്മളിവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് കുറച്ച് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ കൂടുതൽ മെച്ചപ്പെട്ട ഒരാവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കുക, അതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണത്തിൻ്റെ അടിസ്ഥാന തത്വം. അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കപ്പെടുന്ന രീതിയിലാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ വീടുകളോടൊപ്പം പൊതു സൗകര്യങ്ങളായ കമ്മ്യൂണിറ്റി ഹാൾ, ഡിസാസ്റ്റർ ഷെൽട്ടർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഡിസാസ്റ്റർ മെമ്മോറിയൽ, കടമുറികൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തടയണയും ജലാശയവും, 10 സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഭൂഗർഭ വൈദ്യുതി വിതരണ ശൃംഖല, വെള്ളം ഒഴുക്കുന്നതിന് ഡ്രെയിനേജ് സംവിധാനം, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, ഓരോ വീട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ 2 kV കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ്, അത് വേണമെങ്കിൽ അവർക്ക് കൂടുതൽ ശേഷി വർദ്ധിപ്പിക്കാനാവും. ഇവയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 5 സോണുകളായിട്ടാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത്. ഇതിൽ 35 ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്തിന് ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡ്, ആ റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകളുള്ളത്. നടുമുറ്റം പോലെയുള്ള ഈ ഗ്രീൻ സ്പേസ് മുതിർന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിന് ഉപകരിക്കും, കുട്ടികൾക്ക് കളിക്കുന്നതിന് ഉപകരിക്കും, എന്തെങ്കിലും ചില പ്രത്യേക ആവശ്യങ്ങൾ വന്നാൽ വേണമെങ്കിൽ ഒരു ചെറിയ കൂടിച്ചേരാനുള്ള സ്ഥലമായിട്ടത് ഉപയോഗിക്കാം. അതോടൊപ്പം ചെറിയൊരു അടുക്കളത്തോട്ടമായി ഉപയോഗിക്കുന്നതിനും ഇത് സഹായകമാണ്. 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ക്ലസ്റ്ററും.
7 സെൻറ്റാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകൾ. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ കയറി നോക്കി. അപ്പോൾ മുൻഭാഗവും പിൻഭാഗവും അത്യാവശ്യം വേണ്ട സ്ഥലമുണ്ട്. ഈ വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകളിൽ ഓരോ ഭൂമിക്കും പ്രത്യേകം പട്ടയം നൽകും. വീടുകളും പൊതുനിർമ്മിതികളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഓരോ വീടും 90 സെൻറ്റിമീറ്റർ വീതിയുള്ള 9 കോൺക്രീറ്റ് ഭിത്തികളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തറനിരപ്പിലും റൂഫ് ലെവലിലും മേൽക്കൂര ലെവലിലും 1.5 അടി ഉയരത്തിൽ ബീമുകൾ, പ്ലിൻ ബീം, റൂഫ് ബീം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കാണുന്നത് ഒരു നില കെട്ടിടമാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇനിയും നിർമ്മിതി വേണമെന്ന് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഭാവിയിൽ തോന്നിയാൽ കൂടുതൽ നിലകൾ നിർമ്മിക്കാൻ ഉതകും തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൻ്റെ മേലെ തന്നെ നിർമ്മിക്കാമെന്നർത്ഥം. അതോടൊപ്പം വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഗുണമേന്മ പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓരോ സാധന സാമഗ്രിയും നിർമ്മാണ സ്ഥലത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം മൂന്നാമതൊരു സ്വതന്ത്ര ഏജൻസിയുടെ ടെസ്റ്റിങ്ങിന് കൂടി വിധേയമാക്കും. അതിനുശേഷമാണ് സാമ്പിളുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇവിടെ കാണേണ്ടത് 58 തരം പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഓരോ വീടിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഓരോ നിർമ്മാണ ഘട്ടത്തിനു മുൻപും ശേഷവും പരിശോധിച്ച് നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതായി ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിലുള്ള ഓരോ പരിശോധനയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓരോ പരിശോധനയുടെ വീഡിയോയും അതുപോലെ ഫോട്ടോയും എടുത്ത് സൂക്ഷിക്കുന്നു. ഈ രീതിയിൽ ഒരു തരത്തിലുള്ള പോരായ്മയും ഇല്ലാതെയാണ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും മുൻപോട്ട് കൊണ്ടുപോയത്. വീടുകൾക്ക് പൂർണ്ണനാശം സംഭവിച്ച വ്യക്തികൾക്കുള്ള വീടുകളാണ് ആദ്യഘട്ടമായി വിതരണം ചെയ്യുന്നത്. ദുരിതബാധിതർക്ക് സർക്കാർ 2 ഓപ്ഷനുകൾ നൽകിയിരുന്നു. ഒന്നുകിൽ അവർക്ക് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിൽ ഒരു വീട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുനരധിവാസ തുകയായി 15 ലക്ഷം രൂപ സ്വീകരിക്കാം. മഹാഭൂരിപക്ഷം കുടുംബങ്ങളും സർക്കാരിൻ്റെ ടൗൺഷിപ്പിലുള്ള വീട് തന്നെ സ്വീകരിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഗുണമേന്മയും സ്വീകാര്യതയും വെളിവാക്കുകയാണ്. ദുരന്തത്തിൽ നഷ്ടമുണ്ടായ സംരംഭകർക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള പുനരുജ്ജീവന പദ്ധതിയും നടപ്പാക്കുകയാണ്. അതും ബന്ധപ്പെട്ടവർക്ക് സ്വീകാര്യമായ നിലയിലാണ്. ഇതോടൊപ്പം KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കോംപ്ലക്സും ഇന്ന് നാടിന് ആശുപത്രി അനക്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവും ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം, കൽപ്പറ്റ ജനറൽ ആശുപത്രി അനുവദിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഉണ്ട്. അതിനുവേണ്ടി 43 കോടി രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നിർമ്മിക്കാനായിട്ടില്ല. ഇപ്പോൾ KSFEയുടെ ഇത്തരമൊരു ഓഫർ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനുമുള്ള സ്ഥലവും ഇവിടെ അനുവദിക്കുന്നതാണ്. അതോടൊപ്പം ഉള്ളൊരു പ്രശ്നം, ഇവിടെയുള്ള കുട്ടികളടക്കം പോകേണ്ട സ്കൂളാണ് കൽപ്പറ്റ ഗവൺമെൻറ് LP സ്കൂൾ.
ആ ഗവൺമെൻറ് LP സ്കൂളിന് അവിടെ വലിയ പരിമിതിയാണുള്ളത്. അത് സ്ഥലപരിമിതി കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് LP സ്കൂൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്ഥലവും അനുവദിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളത്. ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഈ വീടുകൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച, അവിടെ 2 ഷെൽഫുകൾ ഓരോ ബെഡ്റൂമിലായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കുകയാണല്ലോ, അല്പം ഫർണിച്ചർ കൂടി വേണമല്ലോ. അതുകൊണ്ട് എല്ലാ വീടിനും ആവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൂടി നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. മനുഷ്യർ ഭേദചിന്തകൾക്ക് അതീതമായി പരസ്പരം താങ്ങും തണലുമാകുന്ന കേരള മാതൃക, അതാണ് വീണ്ടും ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. വിദ്വേഷങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ മനുഷ്യർ ഇടകലരുന്ന ഇടങ്ങളെല്ലാം ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട്. അവരാണ് കേരളത്തിനെക്കുറിച്ച് വ്യാജ നിർമ്മിതികൾ, വ്യാജ പ്രചരണങ്ങൾ, അതിനുവേണ്ടിയുള്ള സിനിമകളടക്കം നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇത്തരം നടപടികളോട് പൂർണ്ണ സഹകരണമാണുള്ളത്. വളരെ ദുഃഖകരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തിങ്ങി വരുന്നുണ്ടെങ്കിലും ദുരന്തത്തിൻ്റെ, എന്നാൽ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്. ഇവിടെ പുതിയ വീടുകളിൽ താമസിക്കുന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കുന്നത്. എന്നാൽ ഇതേ നിമിഷം താമസ സ്ഥലത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്നവർ, കൊല ചെയ്യപ്പെടുന്നവർ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. വല്ലാത്ത നടുക്കത്തിലാണ് നമ്മുടെ നാടും ലോകവും ഇപ്പോഴുള്ളത്. മനുഷ്യർ തമ്മിൽ പാലിക്കുന്ന മര്യാദ പോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അതേ അഭിപ്രായം തന്നെ ആവണം മറ്റൊരു രാജ്യത്തിന് എന്ന് നിർബന്ധിക്കാനാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, യുദ്ധവെറി. പിന്നെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. അതാണ് ഒരു രാജ്യത്തിനകത്ത് കടന്ന് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അവിടെ നിന്ന് ഭാര്യയടക്കം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച ലോകം കണ്ടത്. ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിന് മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കൊച്ചുമോളെയും
മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മേലെ നിന്ന് നിങ്ങൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും മറ്റും കയ്യിലുണ്ട്. അത് വെച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയായി ആ രാഷ്ട്രം കണക്കാക്കുന്ന വ്യക്തിയെപ്പോലും കൊല ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര ഇതുപോലുള്ള അതിക്രമങ്ങൾ! എന്താണിപ്പോൾ അതിൻ്റെ ഭാഗം? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണല്ലോ, ഉത്കണ്ഠയിലാണല്ലോ, വേവലാതിയിലാണല്ലോ. മകനും മകളും വേണ്ടപ്പെട്ടവരുമെല്ലാം പലരും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങളായി വന്നല്ലോ. ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ തയ്യാറാവണ്ടേ? ഞാനിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്.